BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. കരാറുകാരനും പഞ്ചായത്തുമായുള്ള ശീതസമരത്തെ തുടർന്ന് കൊച്ചി ബൈപ്പാസിൽ കുമ്പളം പഞ്ചായത്ത് പ്രദേശത്ത് വഴിവിളക്കുകൾ ഇല്ലാതായിട്ട് ഒരു വർഷം. ഏറെ തിരക്കുള്ള കുമ്പളം സൗത്ത് ജംഗ്ഷനിലെ ഹൈമാസ്റ്റ് ലൈറ്റും തകരാറിലായതോടെ കൂരിരുട്ടാണ്. ജംഗ്ഷനിലെ കടകളിലെ വെളിച്ചമാണ് ഇപ്പോൾ ആശ്രയം. കടകൾ പൂട്ടുന്നതോടെ അതും ഇല്ലാതാകും. അരൂരിൽ ഉയരപ്പാത നിർമ്മാണത്തിന്റെ ഭാഗമായുള്ള ഗതാഗതക്കുരുക്ക് കുമ്പളത്തേക്കും എത്താറുണ്ട്. ഗതാഗതക്കുരുക്കിൽപ്പെട്ട് കിടക്കുമ്പോൾ റോഡിൽ വെളിച്ചമില്ലാത്തതും ഏറെ ഭയപ്പെടുത്തുന്നതായി ഇരുചക്ര വാഹന യാത്രികരായ സ്ത്രീകൾ പറയുന്നു. അരൂർ പാലമിറങ്ങി ജംഗ്ഷൻ അറിയാതെ ചീറിപ്പാഞ്ഞാണ് വാഹനങ്ങൾ വൈറ്റില ഭാഗത്തേക്ക് പോകുന്നത്. രാത്രി യാത്ര ഏറെ ശ്രമകരമായിരിക്കുകയാണ്. അപകടങ്ങൾ ഏറി. കാൽനടക്കാരാണ് ഏറെ കഷ്ടപ്പെടുന്നത്. വണ്ടിക്ക് മുന്നിൽ പെടാതെ ഏറെ പ്രയാസപ്പെട്ടാണിവിടെ കാൽനടക്കാർ രാത്രി റോഡ് മുറിച്ചു കിടക്കുന്നത്. മങ്ങിയ സീബ്ര ലൈനും ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നു. കുമ്പളം പഞ്ചായത്താണ് പരിപാലനവും വൈദ്യുതി തുക അടയ്ക്കുന്നതും. പരാതികൾ നൽകിയിട്ടും നടപടികൾ ഒന്നും തന്നെ ഇല്ല. പാലാ റോഡിൽ മീഡിയ കവലയിലെ ഓട്ടോറിക്ഷ ഡ്രൈവർമാരും യാത്രക്കാരും ചെളിയിൽ കുളിക്കുന്ന സ്ഥിതിയാണ്. കവലയിൽ വിവിധയിടങ്ങളിൽ റോഡിലെ ടാറിംഗ് പൊളിഞ്ഞ രൂപപ്പെട്ട കുഴിയിൽ വെള്ളം കെട്ടി നിൽക്കുന്നു. ഈ കുഴികളിൽ വാഹനങ്ങൾ വീഴുമ്പോൾ സമീപത്തെ ഓട്ടോ സ്റ്റാൻഡിൽ പാർക്ക് ചെയ്തിരിക്കുന്ന ഓട്ടോറിക്ഷകളിലും ഇതുവഴി പോകുന്ന യാത്രക്കാരുടെ ദേഹത്തും ചെളിവെള്ളം തെറിക്കുന്ന സ്ഥിതിയാണ്. നേരെയുള്ള റോഡിൽ അമിത വേഗത്തിലെത്തുന്ന വാഹനങ്ങൾ തൊട്ടടുത്തെത്തുമ്പോൾ കുഴി ശ്രദ്ധയിൽപ്പെടുകയും പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടുന്നത് മൂലമാണ് അപകട ഭീഷണി ഉയർത്തുന്നു. മീഡിയ കവല മുതൽ മംഗലത്ത് താഴം വരെ റോഡിന്റെ പല ഭാഗത്തും ടാറിംഗ് തെന്നി നീങ്ങുകയും കുഴികൾ രൂപപ്പെടുകയും ചെയ്തിട്ടുണ്ട്. മാരുതി കവലയിൽ അപകടം പതിവാണെന്നും നാട്ടുകാർ പറഞ്ഞു. കഴിഞ്ഞ ദിവസം ആംബുലൻസ് നിയന്ത്രണം വിട്ട് മതിലിൽ ഇടിച്ച് കാർ തലകീഴായി മറിഞ്ഞും അപകടമുണ്ടായി. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവനശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലുവയ്ക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011772 ബന്ധപ്പെടാവുന്നതാണ്. തുതിയൂർ പരപ്പച്ചിറ തോട്ടിൽ മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയത് ആശങ്ക പരത്തി. ഇന്നലെ രാവിലെയാണ് തോട്ടിലെ വെള്ളത്തിൽ ചത്ത മത്സ്യങ്ങൾ ഒഴുകുന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. 11 മണിയോടെ ഇവയുടെ എണ്ണം കൂടി. പുഴയിലും തോട്ടിലും വളരുന്ന ചെറുകിട മത്സ്യങ്ങളാണ് കൂട്ടത്തോടെ ചത്തത്. കൊച്ചി പ്രത്യേക സാമ്പത്തിക മേഖലാ വളപ്പിലെ കമ്പനികളിൽ നിന്നുള്ള മലിനജലമാണ് മത്സ്യക്കുരുതിക്ക് കാരണമെന്നും നാട്ടുകാർ സംശയിക്കുന്നു. സെസ് വളപ്പിൽ നിന്നുള്ള വെള്ളം പരപ്പച്ചിറ തോടിലൂടെയാണ് ചിത്രപ്പുഴയിലേക്ക് ഒഴുകുന്നത്. പലപ്പോഴും തോടിലെ വെള്ളത്തിന് കറുത്ത നിറം ഉണ്ടാകാറുണ്ടെന്നും നാട്ടുകാർ പറഞ്ഞു. വർഷങ്ങളായി പരപ്പച്ചിറ തോട്ടിലെ വെള്ളം ഉപയോഗിക്കാനാകാത്ത നിലയിലാണ്. സെസ് വിളപ്പിന്റെ ചുറ്റുമതിലിനരികിൽ നിന്നാണ് പരപ്പച്ചിറ തോട് ആരംഭിക്കുന്നത്. ചിത്രപ്പുഴ വരെ 2.5 കിലോമീറ്ററോളം ദൈർഘ്യമുണ്ട്. ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്ന ഇടച്ചിറ ഇൻഫോ പാർക്ക് പ്രദേശത്ത് ഇന്നു മുതൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ഗതാഗത പരിഷ്കാരം നടപ്പാക്കുന്നു. ജനങ്ങൾ സഹകരിക്കണമെന്നും പോലീസ് അഭ്യർത്ഥിച്ചു. ഇൻഫോ പാർക്ക് ഭാഗത്ത് നിന്ന് ഇടച്ചിറ ജംഗ്ഷനിലേക്ക് എത്തുന്ന വാഹനങ്ങൾ ഇടത്തോട് തിരിഞ്ഞ് തെങ്ങോട് വായനശാല റോഡിലേക്ക് പ്രവേശിച്ച് 80 മീറ്റർ മുന്നോട്ട് പോയി വലതുഭാഗത്തെ കവുങ്ങമൂല റോഡിലേക്ക് തിരിഞ്ഞ് മാർത്തോമ സ്കൂൾ, വല്യാത്ത്, പള്ളിക്കര, മോറക്കാല ഭാഗത്തേക്കും മറ്റും പോകണം. ഇൻഫോ പാർക്ക് ഭാഗത്ത് നിന്ന് ഇടച്ചിറ ജംഗ്ഷനിലെത്തി തലക്കോട്ട് മൂല ഇന്ത്യൻ പബ്ലിക് സ്കൂൾ ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ ഇടത്തോട് തിരിഞ്ഞ് വായനശാല റോഡ് വഴി കവുങ്ങമൂല റോഡ്, മാഞ്ചേരിക്കുഴി റോഡ് വഴി ഫ്രീലൈറ്റ് തിരിഞ്ഞു പോകണം. മാർത്തോമ സ്കൂൾ, വല്യാത്ത, പള്ളിക്കര, മോറക്കാല ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾക്കും മാഞ്ചേരിക്കുഴി റോഡിലൂടെ ഇടച്ചിറ ജംഗ്ഷനിലെത്തി യാത്ര തുടരാം. പൂക്കാട്ടുപടി, കങ്ങരപ്പടി, തെങ്ങോട്, വായനശാല ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് ഇടച്ചിറ ജംഗ്ഷനിൽ എത്തുന്നതിന് മുൻപേ ഇടത്തോട്ട് തിരിഞ്ഞ് കവുങ്ങമൂല റോഡ്, മാഞ്ചേരിക്കുഴി റോഡിലൂടെ സഞ്ചരിച്ച് ഇടച്ചിറ ജംഗ്ഷനിലെത്തി യാത്ര തുടരാം. ബസ്സുകൾ പുതിയ സ്റ്റോപ്പ് ക്രമീകരിക്കുന്നത് പാലിക്കണം. റോഡുകളിൽ യാത്രക്കാർക്ക് തടസ്സമായി പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും പോലീസ് അറിയിച്ചു. വയനാട്ടിൽ ജലം കൊണ്ട് മുറിവേറ്റവരുടെ കണ്ണീർ നമുക്കും മുന്നറിയിപ്പാണ്. കടൽ കയറി വരുന്ന ജലത്തെയാണ് പേടിക്കേണ്ടത്. നിലവിലെ സാഹചര്യങ്ങൾ തുടർന്നാൽ അടുത്ത 75 വർഷത്തിനപ്പുറം കടൽ ജലനിരപ്പ് ഉയർന്ന കൊച്ചിയിൽ 15.61 ചതുരശ്ര കിലോമീറ്റർ ഭാഗത്ത് വെള്ളക്കെട്ടുണ്ടാകുമെന്ന് റിപ്പോർട്ട്. ഓരോ വർഷം കൂടിക്കൂടി വരുന്ന കടൽ നിരപ്പ് സൃഷ്ടിക്കുന്ന വെല്ലുവിളി ഏറ്റവും കൂടുതൽ നേരിടുന്ന നഗരങ്ങളിലൊന്നാണ് കൊച്ചി. കാർബൺ ബഹിർഗമനം മിതമായ നിരക്കിൽ തുടർന്നാൽ പോലും 2100 ആകുമ്പോഴേക്കും കൊച്ചിയിലെ കടൽ ജലനിരപ്പ് 74.9
സെന്റിമീറ്റർ ഉയരാനും സാധ്യതയാണ്. ബംഗളൂരുവിലെ സെന്റർ ഫോർ സ്റ്റഡി ഓഫ് സയൻസ്, ടെക്നോളജി ആൻഡ് പോളിസി നടത്തിയ പഠന റിപ്പോർട്ട് പറയുന്നു. 30 വർഷത്തിനിടയിൽ കൊച്ചിയിൽ കടൽ ജലനിരപ്പ് 2.213 സെന്റിമീറ്ററാണ് ഉയർന്നത്. പ്രതിവർഷം ഉയരുന്നത് 0.158 സെന്റിമീറ്റർ എന്ന കണക്കിൽ കടൽ ജലനിരപ്പ് ഉയരുന്നതിന്റെ നിരക്കും കാർബൺ ബഹിർഗമന തോതും വിലയിരുത്തിയാണ് CSTP റിപ്പോർട്ട് തയ്യാറാക്കിയത്. ഭൂതത്താൻകെട്ട് ബരേജിന് സമീപം തടയണയുടെ ഭിത്തിയിലുണ്ടായ വിള്ളലിലൂടെ വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ വിനോദസഞ്ചാരികൾക്കായുള്ള നടപ്പാത പിളർന്നു. പെരിയാർ വാലി കനാലുകളിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന സംഭരണിയുടെയും തടാകത്തിന്റെയും ഇടയിലുള്ള ബണ്ട് പൊട്ടിയാണ് നടപ്പാത പിളർന്നത്. മഴക്കാല ടൂറിസം പദ്ധതികളുടെ ഭാഗമായി കോടികൾ മുടക്കി നിർമ്മിച്ച തടയണയാണ് തകർന്നത്. തടയണയിലെ വെള്ളം പെരിയാറിലേക്ക് ഒഴുകിപ്പോയതോടെ ബോട്ടുകൾ ചെളിയിൽ അടിഞ്ഞു. മഴക്കാലത്ത് ബാരേജിന്റെ ഷട്ടറുകൾ തുറന്ന പെരിയാറിൽ ജലനിരപ്പ് താഴുമ്പോൾ ബോട്ടിംഗ് ഉൾപ്പെടെ വിനോദ പരിപാടികൾ നിലയ്ക്കാതിരിക്കാൻ സംഭരണിയിലും തടാകത്തിലും വെള്ളം ശേഖരിക്കാൻ നിർമ്മിച്ച തടയണയുടെ അരികിൽ ശനിയാഴ്ച വൈകിട്ടാണ് ഇടിച്ചിലുണ്ടായത്. ഭിത്തിയുടെ കല്ലും മണ്ണും ഇടിഞ്ഞ ദ്വാരം രൂപപ്പെട്ട വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ ശനിയാഴ്ച രാത്രിയിൽ ബണ്ട് പൊട്ടി നടപ്പാത പിളരുകയായിരുന്നു. ചെറു മത്സ്യബന്ധനം നടത്തിയതിന് കാളമുക്ക് ഹാർബറിൽ നിന്ന് 8ഉം ചെല്ലാനം ഹാർബറിൽ നിന്ന് 3 ഫൈബർ വള്ളങ്ങൾ പിടികൂടി. 2.14 ലക്ഷം രൂപ പിഴയടപ്പിച്ചു. 10,000 കിലോയോളം ചെറു മത്സ്യം കടലിൽ കളഞ്ഞു. നിയമപ്രകാരം വേണ്ട വലിപ്പമില്ലാത്ത അയല മത്സ്യവുമായി എത്തിയ പ്രവാചകൻ വാലയിൽ ഹെനോക്ക് സങ്കീർത്തനം, പാവനം, താനക്കൽ, പാട്ടുകാരൻ, ക്രിസ്തുരാജ് തുടങ്ങിയ 8 ഫൈബർ വള്ളങ്ങൾ കാളമുക്ക് ഹാർബറിൽ നിന്നും, എയർ ഇന്ത്യ 1, ജോസ്മോൻ IMS എന്നീ 3 ഫൈബർ വള്ളങ്ങൾ ചെല്ലാനം ഹാർബറിൽ നിന്നുമാണ് പിടികൂടിയത്. വൈപ്പിൻ ഫിഷറി സ്റ്റേഷനിലെ ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് പ്രത്യേക ടീമുകളുടെ പരിശോധനയിലാണ് ഇരു ഹാർബറുകളിൽ നിന്നും വള്ളങ്ങൾ പിടിച്ചെടുത്തത്. ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർമാരായ BS സീതാലക്ഷ്മി, അക്ഷയ് A. കുമാർ, മറൈൻ എൻഫോഴ്സ്മെന്റ് ഇൻസ്പെക്ടർ രഞ്ജിത്ത് ലാൽ, പോലീസ് ഉദ്യോഗസ്ഥരായ ജോബി, ഷിജു, നൈന, ഷെബിൻ, അനീഷ്, വിഷ്ണു എന്നിവരും സീ ഗാർഡുമാരായ പ്രസാദ്, സുരാജ്, ബാലു, ജിപ്സൺ, അജീഷ്, ജോൺ, ബ്രിസ്റ്റോ എന്നിവരും അടങ്ങുന്ന 2 സ്ക്വാഡുകളാണ് വള്ളങ്ങൾ കസ്റ്റഡിയിലെടുത്തത്. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സൂംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614.